പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്പെക്ടർ ഋഷി എന്ന ത്രില്ലർ സീരീസിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 പുതുതായി ആമസോൺ പ്രൈമിലൂടെ റിലീസായ മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് വെബ് സീരീസാണ് ഇൻസ്പെക്ടർ ഋഷി. നന്ദിനി JS സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ നവീൻ ചന്ദ്ര, സുനൈന, കണ്ണരവി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 10 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ഫോറസ്റ്റ് ഏരിയയിൽ തുടർച്ചയായി ചിലരെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. അതിന് കാരണം അവിടെയുള്ള വനരച്ചി എന്ന ഒരു ആത്മാവാണ് എന്നൊക്കെ അവിടുത്തെ പ്രദേശവാസികളും മറ്റ് ജനങ്ങളുമൊക്കെ പറയുകയാണ്. അങ്ങനെ ഒരു വിശ്വാസവും ഭയവുമൊക്കെ എല്ലാവരിലും നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി ഋഷി എന്ന ഒരു പോലീസ് ഓഫീസർ അവിടേക്ക് എത്തുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. ഇൻസ്പെക്ടർ ഋഷി എന്ന സീരീസ് ഇപ്പോൾ തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. 10 എപ്പിസോഡുകളിലായി റിലീസായിരിക്കുന്ന സീരീസിൻ്റെ എപ്പിസോഡുകളുടെ ഏവറേജ് ദൈർഘ്യം വരുന്നത് 45 മിനിറ്റുകളോളമാണ്. മുഴുവനായും ഒരു 8 മണിക്കൂറിനടുത്ത് ദൈർഘ്യം വരുന്ന അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു സീരീസാണിത്. കേന്ദ്ര കഥാപാത്രമായി എത്തിയ നവീൻ ചന്ദ്ര ഉൾപ്പെടെ സീരീസിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ചതായി തന്നെ പെർഫോം ചെയ്തിരിക്കുന്നു. സീരീസിൻ്റെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും സാഹചര്യത്തിന് അനുസൃതമായി വരുന്ന മ്യൂസിക്കുമൊക്കെ മികച്ചതായി തന്നെ അനുഭവപ്പെട്ടു. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ എലമെൻസും ഇൻവെസ്റ്റിഗേഷനും വ്യത്യസ്തമായ ഇമോഷൻസുമൊക്കെയായി ഒരു മിസ്റ്ററി ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. സീരീസിൽ വന്നുപോകുന്ന ഹൊറർ ത്രില്ലിംഗ് എലമെൻസും ഇൻവെസ്റ്റിഗേഷനും ആ ഒരു സ്റ്റോറി ലൈനുമൊക്കെ കൊള്ളാമായിരുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയൊക്കെ നിലനിർത്തി ഒരു എപ്പിസോഡിൽ നിന്ന് അടുത്തതിലേക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് സീരീസ് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം ചെറിയ ഒരു ട്വിസ്റ്റുമൊക്കെ കൊണ്ടുവന്ന് ആ ഒരു സ്റ്റോറിക്ക് അനുസരിച്ചിട്ടുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും തന്നെയാണ് സീരീസിന് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 10 എപ്പിസോഡുകളിൽ ഫസ്റ്റ് 2 എപ്പിസോഡുകളും മിസ്റ്ററിയൊക്കെ റിവീൽ ചെയ്തു വരുന്ന ലാസ്റ്റ് 2 എപ്പിസോഡുകളുമാണ് ഒരു മുഴുനീള ത്രില്ലർ എന്ന രീതിയിൽ മികച്ചതായും എൻഗേജിംഗ് ആയുമൊക്കെ അനുഭവപ്പെട്ടത്. ഇടയിലുള്ള മറ്റ് എപ്പിസോഡുകളിലും ത്രില്ലിംഗ് ആയും രസകരമായുമുള്ള രംഗങ്ങളൊക്കെ വന്നുപോകുന്നുണ്ട് എങ്കിൽ കൂടിയും അതിനോടൊപ്പം ഓരോ കഥാപാത്രങ്ങളുടെയും ബാക്ക് സ്റ്റോറിയും പേഴ്സണൽ ലൈഫും പ്രശ്നങ്ങളും വ്യത്യസ്തമായ ഇമോഷൻസുമൊക്കെ കൊണ്ടുവരികയും പലയിടത്തും ഒരു സ്ലോ പേസ് ഡ്രാമ എന്ന രീതിയിലുമൊക്കെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ചിലയിടത്തൊക്കെ ആ ഒരു ത്രില്ലിംഗ് മോഡിൽ നിന്നൊക്കെ മാറി മറ്റ് സബ് പ്ലോട്ടുകളിൽ കൂടുതൽ സമയം ഫോക്കസ് ചെയ്ത് കഥ പറഞ്ഞു പോകുന്ന സമയത്ത് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യുന്നതിനോടൊപ്പം എൻഗേജിംഗ് അല്ലാത്ത ഒരു ഫീലും എപ്പിസോഡുകൾ സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചില ഇമോഷൻസും സീനുകളുമൊക്കെ സീരീസിലേക്ക് കൊണ്ടുവന്നതായും അനുഭവപ്പെട്ടു. അത്തരത്തിലുള്ള സബ് പ്ലോട്ടുകളൊക്കെ ഒന്ന് ഷോർട്ടാക്കി എല്ലാ എപ്പിസോഡുകളെയും ഒരുപോലെ ത്രില്ലിംഗ് ആയി കൊണ്ടുപോയിരുന്നെങ്കിൽ സീരീസ് കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ മിസ്റ്ററി ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു എബോവ് ആവറേജ് വൺ ടൈം വാച്ചബിൾ ത്രില്ലർ സീരീസാണ് ഇൻസ്പെക്ടർ ഋഷി എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.